നമസ്കാരം, ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. സ്ത്രീ പുരുഷ ലക്ഷണശാസ്ത്രം എന്തെന്ന് പരിശോധിക്കാം. സൗന്ദര്യം എന്നു നാം അർത്ഥമാക്കുന്നത് സ്ത്രീയുടെയും പുരുഷൻ്റെയും ഓരോ അവയവത്തിൻ്റെയും ആകൃതിയും ലക്ഷണവും വെച്ചാണ്. ഓരോ രാജ്യക്കാരുടെയും സൗന്ദര്യ സങ്കല്പം ഓരോ തരത്തിലാണ്. എങ്കിലും ഭാരതമായിരുന്നു അവയവലക്ഷണങ്ങൾ കൊണ്ട് ഒരു വ്യക്തിയുടെ സ്വഭാവവും ഭാവി ഭൂതവർത്തമാനകാല ഫലങ്ങളും നിർണ്ണയിക്കുന്ന ഗവേഷണത്തിൽ വൻ പുരോഗതി നേടിയത്. സഹസ്രാബ്ദങ്ങൾക്കു മുൻപേ ഈ അംഗലക്ഷണങ്ങൾ ഒരു ശാസ്ത്രമെന്ന നിലയിൽ ഭാരതത്തിലെ ഋഷിവര്യന്മാർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആ ലക്ഷണശാസ്ത്രം സാമുദ്രിക ശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. ആദ്യം മുഖലക്ഷണമെടുക്കാം. ദീർഘവൃത്താകൃതിയിൽ മുഖമുള്ള പുരുഷൻ സമ്പന്നനും ധർമ്മിഷ്ഠനുമായിരിക്കും. അരയാലിലയുടെ ആകൃതിയിൽ മുഖമുള്ളവൻ കാര്യം കൂടാതെ സ്നേഹിതരെ സംശയിക്കുന്നവനായിരിക്കും. വട്ടമുഖം അധികാരത്തിൻ്റെയും അലങ്കാരത്തിൻ്റെയും നാട്യവൈദഗ്ധ്യത്തിൻ്റെയും സൂചകമാണ്. പരന്ന മുഖം സുഭിക്ഷതയുടെയും സുകുമാൻ്റെയും ലക്ഷണമാണ്. ദീർഘവൃത്താകൃതിയിലുള്ളതാണ് ലക്ഷണയുക്തമായ സ്ത്രീകളുടെ മുഖം. കുലീന കുടുംബജാതയും അധികാരസ്ഥാനത്തിരിക്കുന്ന ഭർത്താവോടുകൂടിയവളും സമ്പന്നയുമായ സ്ത്രീകൾക്ക് മാത്രമേ ഇത്തരം മുഖാകൃതി കണ്ടുവരാറുള്ളൂ. അണ്ഡാകൃതിയിൽ ഇരുണ്ട നിറമുള്ള മുഖത്തോടുകൂടിയ വനിത ദാനശീലയും കുട്ടികളോടും ബന്ധുക്കളോടും സ്നേഹമുള്ളവളുമായിരിക്കും. ഇരുണ്ട പ്രസരിപ്പുള്ള വട്ടമുഖത്തോടു കൂടിയവൾ അധികാരത്തോട് താല്പര്യമുള്ളവളായിരിക്കും. ഇനി തലമുടിയുടെ ലക്ഷണശാസ്ത്രം നമുക്കൊന്ന് പരിശോധിക്കാം. സമൃദ്ധവും കറുത്തതും ചുരുളാത്തതും എന്നാൽ ചീകിയാൽ ഒതുങ്ങുന്നതുമായ തലമുടിയുള്ള പുരുഷൻ ആരോഗ്യവാനും സുമുഖനും ധനികനുമായിരിക്കും. മൂക്കിനു മുകളിൽ ചുഴിയോടുകൂടിയതും കുറഞ്ഞതും ചുരുളാത്തതുമായ മുടിയുള്ളവൻ വിദ്യാസമ്പന്നനും ഗ്രന്ഥകാരനുമായിരിക്കും. നെറ്റിയിൽ കുറുനിരകളോടുകൂടിയ മുടിയുള്ളവൻ വാചാലനും ധനികനുമായിരിക്കും. നല്ല കറുപ്പ് നിറവും വിടർത്തിയിട്ടാൽ പൃഷ്ഠഭാഗം മൂടി കാൽ മുട്ടുവരെ നീണ്ടു കിടക്കുന്നതും കെട്ടിവെച്ചാൽ തലയുടെ 3 ഭാഗങ്ങളിലും നിറഞ്ഞിരിക്കുന്നതുമായ മുടിയാണ് സ്ത്രീകൾക്ക് ലക്ഷണയുക്തമായിട്ടിരിക്കുന്നത്. അണ്ഡാകൃതിയിലുള്ള മുഖമുള്ളവർക്കായിരിക്കും ഇത്തരം മുടി കാണുക. ലക്ഷണയുക്തമായ മുടിക്ക് നീല നിറമാണെങ്കിൽ അവരുടെ ഭർത്താവ് ഉന്നത അധികാരമുള്ളവനായിരിക്കും. ഇത്തരം മുടി നല്ലവണ്ണം ചുരുണ്ടു കൂടിയതാണെങ്കിൽ അവൾ ഉന്നത അധികാരമുള്ള ഏതെങ്കിലും ഉദ്യോഗം വഹിക്കുന്നവളാകും. ഇനി നെറ്റിത്തടത്തിൻ്റെ ലക്ഷണങ്ങൾ നോക്കാം. 5 വിരൽ വീതിയും ചുളിവില്ലാത്ത പരന്ന നെറ്റിയുള്ള പുരുഷൻ ഉത്തമനും ചിന്താശീലനും ധനികനും ധർമ്മിഷ്ഠനുമായിരിക്കും. 4 വിരൽ വീതിയുള്ള നെറ്റിയുള്ളവൻ ധനികനും വിദ്യാസമ്പന്നനുമായിരിക്കും. 6 വിരൽ വീതി നെറ്റിയിലുണ്ടെങ്കിൽ അവൻ ചിന്തകനായിരിക്കും. ഈ നെറ്റിയുടെ മേൽഭാഗം അല്പം ഉയർന്നിരുന്നാൽ അവൻ നിയമജ്ഞനും സമ്പന്നനുമായിരിക്കും. നെറ്റിയിൽ ഒരു ചുളിവുള്ളവൻ അധികാരമുള്ള ഉദ്യോഗം വഹിക്കും. 2 അതിലധികമോ ചുളിവുള്ളവൻ ചിന്താശീലനും ധനികനുമായിരിക്കും. സ്വന്തം കൈവിരലുകൾ ചേർത്ത് വച്ചാൽ മുടിയുടെയും പുരികങ്ങളുടെയും മധ്യഭാഗത്ത് 3 വിരൽ വീതി കാണുന്നതും ഞരമ്പുകളോ ചുഴികളോ രോമാവലിയോ ഇല്ലാത്തതും മേൽഭാഗം അല്പം ഉയർന്നതും ചന്ദ്രക്കല പോലെ ചന്തമുള്ളതുമായ നെറ്റിയുള്ള സ്ത്രീകൾ ശുഭകളാണ്. ഇത്തരം നെറ്റിയിൽ തന്നെ നടുക്കോ ഇടതു പുരികത്തിൻ്റെ മുകളിലോ ചുഴിയുണ്ടായിരുന്നാൽ ആ സ്ത്രീ സന്താനഭാഗ്യമുള്ളവളും ഭർതൃഭക്തയും അധികാരമുള്ള ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയുമായിരിക്കും. ഈ ചുഴി ഇടത്തെ അറ്റത്താണെങ്കിൽ ആ സ്ത്രീ ധനികനും വിദ്യാസമ്പന്നയും സംഗീതകലയിൽ സമർത്ഥയുമായിരിക്കും. 3.5 4 വിരൽ വീതിയിൽ നെറ്റിയുള്ളവൾ സുശീലയും സുഖലോലുപയും വിദ്യാസമ്പന്നയുമായിരിക്കും. ഇനി പുരികത്തിൻ്റെ ലക്ഷണശാസ്ത്രം നമുക്ക് നോക്കാം. ചൂണ്ടുവിരൽ വളച്ചു പിടിച്ചാലുള്ളത്ര നീളവും സമൃദ്ധമായ കറുത്ത രോമങ്ങളുള്ള പുരികങ്ങൾ ഉത്തമമാകുന്നു. ഇതുള്ളവൻ ശാന്തശീലനും ധർമ്മിഷ്ഠനുമായിരിക്കും. പുരികങ്ങളുടെ ഇടയിൽ കൂട്ടിമുട്ടുന്ന രോമാവലിയോടുകൂടി വലിയ പുരികങ്ങളുള്ള പുരുഷൻ ധനികനും കോപിഷ്ഠനുമാണ്. ചിലരുടെ പുരികങ്ങളിൽ വളരെ നീളം ഉള്ള രോമങ്ങൾ ഇടയ്ക്കിടയ്ക്കായി കണ്ടുവരാറുണ്ട്. ഇങ്ങനെയുള്ളവൻ ഗ്രന്ഥകാരനും സഹൃദയനുമായിരിക്കും. സ്ത്രീയുടെ പുരികം ഇടത് കൈയിലെ ചൂണ്ടുവിരൽ വളച്ചാൽ
അതിൻ്റെ അത്ര നീളമുള്ളതും വാൽവശത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുന്നതും കറുത്ത മിനുപ്പുള്ള രോമാവലിയോട് കൂടിയതും ചുഴിയില്ലാത്തതുമായിരിക്കണം. ഇത്തരം പുരികങ്ങളുള്ളവൾ ഐശ്വര്യവതിയും ജന്മനാ സമ്പത്തുള്ളവരും ഭർത്താവിനോടും സന്താനങ്ങളോടും വേണ്ടപ്പെട്ടവരോടും സ്നേഹവിശ്വാസങ്ങളുള്ളവളുമായിരിക്കും. ഇനി കണ്ണിൻ്റെ ലക്ഷണശാസ്ത്രം നമുക്ക് നോക്കാം. പുരുഷന് വിശാലമായ നേത്രങ്ങൾ ഉത്തമമാകുന്നു. മിഴികൾ കറുത്തതും പടങ്ങൾ വെളുത്തതും വിശാലവുമായ കണ്ണുകളുള്ള പുരുഷൻ സമർത്ഥനും ധനികനുമാണ്. കൺമിഴികൾ ഇളം തവിട്ട് നിറത്തിലായിരിക്കുന്ന പുരുഷൻ ഗണിതശാസ്ത്രജ്ഞനും ധനികനുമായിരിക്കും. മഷി എഴുതിയതുപോലെ കണ്ണുകൾക്കു ചുറ്റും കറുത്ത വലയമുള്ളവൻ ചാരവൃത്തിക്ക് വിദഗ്ധനായിരിക്കും. പൂച്ചക്കണ്ണുള്ള പുരുഷൻ അധികാരമുള്ള ഉദ്യോഗം ഭരിക്കും. ഒരു കണ്ണ് ചെറുതും മറ്റേതു വലുതുമായുള്ളവൻ അധികാരമോഹിയായിരിക്കും. സ്ത്രീകൾക്ക് കറുത്ത മിഴികളും വെളുത്ത പടങ്ങളും 4 വശവും മഷി എഴുതിയതുപോലെ നിറമുള്ള നീളമേറിയ കണ്ണുകളാണ് ലക്ഷണയുക്തമായിട്ടുള്ളത്. ഇത്തരം കണ്ണുകളുള്ള വനിത ജനിച്ച വീട് ഐശ്വര്യസമൃദ്ധമായിരിക്കും. അവളുടെ ഭർത്താവ് ഉന്നത അധികാരമുള്ളവനും സ്നേഹസമ്പന്നനുമായിരിക്കും. നീണ്ടു വിശാലമായ കറുത്ത മിഴികളും തിളങ്ങുന്ന കണ്ണുകളുമുള്ളവൾ ബുദ്ധിമതിയും കലാകാരിയും സമ്പന്നയും അധികാരമുള്ളവളും സുശീലയുമായിരിക്കും. ഇനി നാസികയുടെ ലക്ഷണശാസ്ത്രം നമുക്കൊന്ന് പരിശോധിക്കാം. ലക്ഷണയുക്തമായ നാസികയെ എള്ളിൻ പൂവിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരം മൂക്കുള്ളവൻ സുമുഖനും ധനികനും ദയാലുവുമാണ്. നീണ്ട നാസികയുടെ അഗ്രം കിളിച്ചുണ്ടുപോലെ അല്പം വളഞ്ഞിരുന്നാൽ കോപിഷ്ഠനും ധനികനുമായിരിക്കും. നീണ്ടു തടിച്ച മൂക്കുള്ളവൻ നിയമജ്ഞനായിരിക്കും. ഗരുഡൻ്റെ ചുണ്ടുപോലുള്ള വലിയ നാസികയുള്ളവൻ ഉയർന്ന അധികാരം കൈയാളുന്നവനായിരിക്കും. ചെറുവിരൽ തുമ്പിൻ്റെ വണ്ണമുള്ള ദ്വാരങ്ങളുള്ളതും അധികം കൂർക്കാതെയും ഒട്ടും പരക്കാതെയും മാംസളമായ അഗ്രഭാഗവും ഉള്ള പുരികങ്ങളുടെ മധ്യഭാഗം താണും അവിടെ നിന്ന് കീഴോട്ട് വടിവത്ത് ക്രമേണ ഉയർന്ന് ഇരുവശവും അധികം തടിക്കാതെയും ഉള്ള നാസികയുള്ളവൾ സൗഭാഗ്യവതിയും സമ്പന്നയും സന്താന ഭാഗ്യമുള്ളവളും ആകുന്നു. അഗ്രം കൂർത്തതും വികസിച്ച് ദ്വാരങ്ങളുള്ളതുമായ മൂക്കുള്ളവൾ ചിന്താശക്തിയും സംഭാഷണ ചാതുര്യമുള്ളവളുമായിരിക്കും. ഇനി വായയുടെ ലക്ഷണശാസ്ത്രം നമുക്ക് നോക്കാം. വായ തുറന്നാൽ താമരപ്പൂ പോലെ ശോഭയുണ്ടായാൽ ആ പുരുഷൻ ധനികനും സുഖിമാനും വാഗ്മിയുമായിരിക്കും. വിടർന്ന താമരപ്പൂ പോലെ തോന്നിക്കുന്നതും താമരപ്പൂവിൻ്റെ സുഗന്ധവുമുള്ള വായയുള്ള സ്ത്രീ ഉത്തമിയും സുശീലയും ധനികയുമായിരിക്കും. ചെറിയ വായയുള്ളവൾ വിദ്യാസമ്പന്നയും ബുദ്ധിമതിയുമായിരിക്കും. ഇനി താടിയുടെ ലക്ഷണശാസ്ത്രം നമുക്ക് പരിശോധിക്കാം. കീഴ്ചുണ്ടിൻ്റെ അടിവശം കുഴിഞ്ഞ് മാംസളമായും രോമാവൃതമായിരിക്കുന്ന പുരുഷൻ്റെ താടി ശുഭലക്ഷണമാണ്. നീണ്ട താടിയുള്ളവൻ കലാകാരനായിരിക്കും. താടിയുടെ നടുവിൽ ചുഴിയുള്ളവൻ ധർമ്മിഷ്ഠനും വാഗ്മിയുമായിരിക്കും. നീണ്ട് മേൽപോട്ടുയർന്നു നിൽക്കുന്ന താടിയുള്ളവൻ കലാകാരനായിരിക്കും. ഇനി സ്ത്രീയുടെ താടിയുടെ ലക്ഷണശാസ്ത്രം നമുക്ക് പരിശോധിക്കാം. വായ അടയ്ക്കുമ്പോൾ കീഴ്ചുണ്ടിൻ്റെ അടിവശം കുഴിഞ്ഞതും താടിയെല്ലുകൾ മുഴച്ചു കാണാതെയും മാംസളമായ താടിയുള്ളവൾ ആരോഗ്യവതിയും സമ്പന്നയുമായിരിക്കും. താടി അല്പം നീണ്ടിരിക്കുന്നവൾ അടക്കമില്ലാത്തവളും പുരുഷന്മാരെ ഭരിക്കുവാൻ പ്രാപ്തിയുള്ളവളുമായിരിക്കും. ചുണ്ടിൻ്റെ കീഴ്ഭാഗത്ത് കുഴിവില്ലാത്ത താടിയുള്ളവൾ ഭർത്താവിനോട് സ്നേഹമുള്ളവളും പുത്രസൗഭാഗ്യമുള്ളവളുമായിരിക്കും. ഇനി കവിൾത്തടത്തിൻ്റെ ലക്ഷണശാസ്ത്രം പരിശോധിക്കാം. രോമാവൃതവും പരന്നതുമായ കവിൾത്തടമുള്ള പുരുഷൻ സുന്ദരനും ആരോഗ്യവാനും ധർമ്മിഷ്ഠനും ധനികനുമായിരിക്കും. രോമങ്ങൾ കുറവായിരുന്നാൽ അയാൾ മുൻകോപിയായിരിക്കും. അധികം പരന്നതല്ലാതെയും ചീർക്കാതെയും ചിരിക്കുമ്പോൾ ചുഴികൾ ഉണ്ടാകാതെയും മാംസളമായും ഇരിക്കുന്ന കവിളാണ് പൂങ്കവിൾ. ഇത്തരം കവിളുകൾ ഉള്ള സ്ത്രീ ധനികയും വിദ്യാസമ്പന്നയും എല്ലാവരോടും സ്നേഹപൂർവ്വം പെരുമാറുന്നവളും അല്പഭക്ഷണപ്രിയയും മധുരഭാഷിണിയുമായിരിക്കും. കവിളിൽ നടുക്കായി ചുഴിയുണ്ടായിരുന്നാലും മൃദുവായ രോമാവലി ഉണ്ടായിരുന്നാലും അവൾ സ്വഭാവ ശുദ്ധിയുള്ളവളും സ്വയം പ്രയത്നം കൊണ്ട് കുടുംബം പുലർത്തുന്നവളും വിദ്യാസമ്പന്നയുമായിത്തീരും. പരന്ന കവിളുകൾ ഉള്ളവൾ സദാചാരനിരതയും വിദ്യാസമ്പന്നയും ആയിരിക്കും.
ഇനി പല്ലിൻ്റെ ലക്ഷണശാസ്ത്രം എടുക്കാം. മുകളിലും താഴെയും 16 വീതം മുല്ലമൊട്ടിൻ്റെ വലിപ്പത്തിലും ആകൃതിയിലും ഒരേ കണക്കിൽ പരന്ന പല്ലുകളുള്ള പുരുഷൻ ബലവാനും സന്തുഷ്ടനുമായിരിക്കും. മുല്ലമൊട്ടിൻ്റെ വലിപ്പത്തിൽ പരന്ന് ഏറ്റക്കുറച്ചിലില്ലാതെ പരന്ന ഊന്നുകൊണ്ട് അരികുമൂടിയുള്ള പല്ലുകളുള്ളവൾ അഹങ്കാരമില്ലാത്തവളും ധനികയും ഭർതൃഭക്തിയുള്ളവളുമായിരിക്കും. ഇത്തരം പല്ലുകളിൽ മുൻവശത്തെ മുകളിലുള്ള 2 പല്ലുകൾ മാത്രം വീതി കൂടിയിരുന്നാൽ ആ സ്ത്രീ ധനികയും വിദ്യാസമ്പന്നയുമായിരിക്കും. മുകളിലത്തെ നിരയിലുള്ള പല്ല് അകൽച്ച കൂടാതെ ഭംഗിയായും താഴത്തെ നിരയിലുള്ളവ അല്പം അകന്ന് ഇരിക്കുന്നവൾ മുകളിലത്തെ നിരയിലുള്ള പല്ല് അകൽച്ച കൂടാതെ ഭംഗിയായും താഴത്തെ നിരയിലുള്ളവ അല്പം അകന്നും ഇരിക്കുന്ന പല്ലുള്ളവൾ വിദ്യാഭ്യാസം, അധികാരം, ഉദ്യോഗം ഭരിക്കുന്നവളും പൊതുജന സമ്മതി ആർജിച്ചവളുമായിത്തീരും. താഴത്തെ ദന്തനിര നിരപ്പായും മുകളിലത്തെ ദന്തനിര അകന്നുമിരിക്കുന്നവൾ ധനികയായിരിക്കും. മുൻവശത്തെ 2 വരി പല്ലുകളും അകന്നിരുന്നാൽ ആ സ്ത്രീ തികഞ്ഞ ഗണികയായിരിക്കും. ഇനി നാക്കിൻ്റെ ലക്ഷണശാസ്ത്രം എടുക്കാം. ആദ്യത്തെ പുരുഷൻ്റെ നാക്കിൻ്റെ ലക്ഷണശാസ്ത്രം പരിശോധിക്കാം. അഗ്രഭാഗം വീതി കുറഞ്ഞതും കനം കുറഞ്ഞതും ഇളം ചുവപ്പ് നിറമുള്ളതുമായ നാക്ക് ശുഭകരമായിരിക്കും. തടിച്ചതും വീതി കുറഞ്ഞതും കറുപ്പ് നിറവുമുള്ള നാക്കുള്ള പുരുഷൻ ഗർവിഷ്ഠനായിരിക്കും. നാക്കിന് പരുവരിപ്പില്ലാത്തവൻ അനുസരണശീലമില്ലാത്തവനായിരിക്കും. ഇളം ചുവപ്പ് നിറത്തിൽ കനം കുറഞ്ഞ് അഗ്രഭാഗം വീതി കുറഞ്ഞ നാക്കുള്ള സ്ത്രീ ഐശ്വര്യവതിയായിരിക്കും. ഇത്തരക്കാർ ധനികരും വിദ്യാസമ്പന്നകളുമായിരിക്കും. ഇത്തരം നാക്കിൽ നെടുകെ 3 വരയുണ്ടെങ്കിൽ ആ സ്ത്രീ രാജ്യം ഭരിക്കാൻ പ്രാപ്തയും സുഖലോലുപതയുള്ളവളുമായിരിക്കും. ഇനി ചെവിയുടെ ലക്ഷണശാസ്ത്രം എടുക്കാം. കശുവണ്ടിയുടെ ആകൃതിയിൽ മാംസളമായ ചെവിയുള്ള പുരുഷൻ ഉത്തമനാണ്. ഇത്തരം ചെവിയുടെ അകത്തോ പുറത്തോ എഴുന്നു നിൽക്കുന്ന രോമങ്ങളുണ്ടെങ്കിൽ അവൻ ശൂരനും വിവേകിയും ധർമ്മിഷ്ഠനുമാകുന്നു. വലിയ ചെവിയുള്ളവൻ രാഷ്ട്രീയക്കാരനായിരിക്കും. കശുവണ്ടിയുടെ ആകൃതിയിൽ ചെവികളുള്ള സ്ത്രീ സുശീലയും നീതിനിഷ്ഠ ഉള്ളവളുമായിരിക്കും. മേൽഭാഗം കൂർത്ത ചെവിയുള്ളവൾ വാചാലയും ധനികയുമായിരിക്കും. ഇനി കഴുത്തിൻ്റെ ലക്ഷണശാസ്ത്രം നമുക്കൊന്ന് പരിശോധിക്കാം. 3 മുതൽ 4 ഇഞ്ച് വരെ നീളമുള്ള കഴുത്തുള്ള പുരുഷൻ ശ്രേഷ്ഠനും ഉത്തമ പ്രഭാഷകനുമായിരിക്കും. കഴുത്തിന് 4 ഇഞ്ചിൽ കൂടുതൽ നീളമുള്ളവൻ മുൻകോപിയായിരിക്കും. ഇത്തരം കൈത്തണ്ടകളിൽ ഞരമ്പുകൾ തടിച്ചു നിന്നാൽ അവൻ തൻ്റെടിയും അധ്വാനശീലനുമായിരിക്കും. കൈത്തണ്ടയിൽ ചുരുണ്ട രോമാവലികളുള്ളവൻ കോപിയും ധനികനുമായിരിക്കും. ഇനി സ്ത്രീകളുടെ കൈകളുടെ ലക്ഷണശാസ്ത്രം പരിശോധിക്കാം. മടക്കിയാൽ എല്ലുകൾ ഉന്താതെ മാംസളമായിരിക്കുന്ന കൈമുട്ടുകളുള്ള സ്ത്രീകൾ കുലീനയും ധനികയും വിദ്യാസമ്പന്നയുമായിരിക്കും. ഇനി പാദങ്ങളുടെ ലക്ഷണശാസ്ത്രം നമുക്കൊന്ന് പരിശോധിക്കാം. ചേർത്തു വച്ചാൽ ഇടയില്ലാത്തതും കനം കുറഞ്ഞതും ഞരമ്പുകൾ തെളിയാത്തതുമായ പാദങ്ങൾ അത്യുത്തമമാണ്. ചേർത്തു വച്ചാൽ മധ്യഭാഗത്ത് ഇടയുള്ള പാദമുള്ളവൻ സമർത്ഥനും ആയിരിക്കും. ചെറിയ പാദങ്ങൾ പൊതുവെ ശുഭലക്ഷണവും വലിയ പാദങ്ങൾ അശുഭലക്ഷണവുമാണ്. ഇരുവശവും അല്പം മുഴച്ച് ഉപ്പുറ്റിയോടുകൂടിയ നരിയാണിയുള്ള സ്ത്രീ സുഭകയും സുശീലയുമായിരിക്കും. പരന്നതും ഒതുങ്ങിയതുമായ ഉപ്പൂറ്റിയും വശങ്ങളിലും പിൻഭാഗത്തും അസ്ഥികൾ മുഴച്ചും മാംസളവുമായ നരിയാണിയുള്ള സ്ത്രീകൾ നർത്തകിയും ധനികയും എന്നാൽ ഗണികയുമായിരിക്കും. 2 പാദങ്ങളും ചേർത്ത് വെച്ച് നിന്നാൽ തള്ളവിരലുകളുടെ അഗ്രവും ഉപ്പൂറ്റിയും മാത്രം തൊടുകയും ബാക്കി ഭാഗം തമ്മിൽ തൊടാതെയും എന്നാൽ അധികം ഇടയില്ലാതെയും കനം കുറഞ്ഞതും ഞരമ്പുകൾ തെളിഞ്ഞു കാണാത്തതുമായ പാദങ്ങൾ അത്യുത്തമമാകുന്നു. ഇത്തരം പാദങ്ങളുള്ളവൾ ഐശ്വര്യവതിയും ഗ്രഹലക്ഷ്മിയും സുമുഖിയും സന്താനമുള്ളവളും സുശീലയുമായിരിക്കും. പാദങ്ങൾക്കിടയിൽ 1 ഇഞ്ച് അകലവും പുറത്ത് തെളിഞ്ഞ ഞരമ്പുകളുമുണ്ടെങ്കിൽ അവൾ ധനികയും ഏറെ സന്താനമുള്ളവളും സുശീലയുമായിരിക്കും. ചെറിയ പാദങ്ങൾ സുഭിക്ഷതയുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും ലക്ഷണങ്ങളാണ്. ഇനി ലക്ഷണശാസ്ത്രത്തിൽ അടുത്ത അംഗങ്ങൾ അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കുന്നതായിരിക്കും. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.